മധ്യപ്രദേശിലാണ് സംഭവം. അവിടെ ദാദിയ ജില്ലയിൽ വിവാഹിതനാണ് മാനവേന്ദ്ര യാദവ് എന്ന ആള്. 25 വയസ്സാണ് അയാളുടെ പ്രായം. ഒരു കുഞ്ഞിന്റെ പിതാവാണ്. അതായത് അയാൾക്കൊരു കുഞ്ഞുണ്ട്. ഈ കൗമാരക്കാരിയായിട്ടുള്ള പെൺകുട്ടി ഗുരുതരമായി പരിക്കേറ്റപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പെൺകുട്ടിയാകട്ടെ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഈ ബിരുദ വിദ്യാർത്ഥിനിയുമായി ഇയാൾക്ക് പ്രണയമായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ആ ബന്ധത്തിലെ ഉലച്ചിലിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്കും ഈ പെൺകുട്ടിക്ക് നേരെ വെടിയുതിർക്കാനുമൊക്കെ കാരണമെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ നെഞ്ചിലാണ് വെടിയുണ്ട തുളച്ചു കയറിയത്. ഗോണ്ടൻ പോലീസ് സ്റ്റേഷൻ പരിധി, അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഒരു ഷാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഈ പെൺകുട്ടി. ആദ്യം അവളെ അയാൾ തടഞ്ഞു നിർത്തി, മാനവേന്ദ്രൻ. പിന്നീട് കയ്യിൽ കരുതിയിരുന്ന ഒരു നാടൻ കൈത്തോക്ക് അതുപയോഗിച്ച് നെഞ്ചത്തേക്ക് വെടിയുതിർത്തു. ഹൃദയം തുളഞ്ഞ് ആ വെടിയുണ്ട കയറണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. പെൺകുട്ടിക്ക് നേരെ വെടിയുതിർത്ത ശേഷം സ്വയം വെടിയുതിർത്ത് അയാൾ ആത്മഹത്യയും ചെയ്തു. തൽക്ഷണം അയാളുടെ മരണം സംഭവിച്ചു. പക്ഷേ ആ പെൺകുട്ടിക്ക് അത്രമാത്രം ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തിയില്ല എന്നുള്ളത് ഭാഗ്യം. പോലീസ് പറയുന്നത് കേൾക്കാം. सूचना प्राप्त हुई थी कि ये कमलापुरी गांव के पास एक व्यक्ति ने एक लड़की को गोली मार दी और खुद को भी गोली मार ली था। मौके पर पुलिस पहुंची तब पता चला कि जो मानवेंद्र यादव, जिसकी उम्र लगभग 24 वर्ष है, गोदन का निवासी है, उसने एक 19 वर्षीय शिखा यादव को सीने में गोली मारकर गंभीर रूप से घायल कर दिया और स्वयं ने भी उसी कट्टे से खुद को गोली मारकर आत्महत्या कर ली। उसके बाद मौके पर पुलिस पहुंची। और लड़की को उपचार के लिए जिला अस्पताल भेजा गया। साथ ही जो मृतक मानवेंद्र था उसका शव मर्चुरी में रखा गया है और कल उसका PM होगा. പ്രണയവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇത്തരമൊരു അരും കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് ആദ്യ നിഗമനമായി പറയുന്നുണ്ട്. സ്വയം വെടിയുതിർത്ത മാനവേന്ദ്ര ആ സ്പോട്ടിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ് അവിടെ വീണു. അതായത് അവളുടെ കൺമുന്നിൽ അയാൾ മരിക്കുന്നത് അവൾ കണ്ടു. ആദ്യം ഈ പെൺകുട്ടിയെ ഇന്ദർഗഡിലെ ആശുപത്രിയിൽ എത്തിച്ചു. നില അത് ഗുരുതരമായിരുന്നു. അങ്ങനെ അവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നാട്ടുകാരാണ് ഓടിക്കൂടിയത്. ആദ്യം വെടിവെച്ചുള്ള ശബ്ദം കേട്ട്, കാരണം 2 തവണ വെടിയുതിർക്കുന്ന ശബ്ദം ആ നാട്ടുകാർ കേട്ടു. അവർ പോലീസിൽ വിവരം അറിയിച്ചു. മാനവേന്ദ്രയുടെ പെൺകുട്ടിയുടെയും ഗ്രാമങ്ങൾ, അവരുടെ വീടുകൾ തമ്മിൽ ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഏതാണ്ട് 2-3 വർഷത്തിലേറെയായി ഇവർ പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് സൂചന നൽകുന്നുണ്ട്. അവളൊരു കോളേജ് വിദ്യാർത്ഥിനിയാണ്, ബിരുദ വിദ്യാർത്ഥിനി, ആർട്സിന് പഠിക്കുന്നു. വിവാഹിതനായിട്ടുള്ള മാനവേന്ദ്രയുമായി എങ്ങനെ ഇവൾ പ്രണയത്തിലായി എന്നുള്ളതാണ് ആ നാട്ടുകാർക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിൽക്കുന്നത്. എന്താണെങ്കിലും ഹൃദയം തുളഞ്ഞ് ആ വെടിയുണ്ട പോകേണ്ടതായിരുന്നു. നേരിയ വ്യത്യാസത്തിലാണ് ആ വെടിയുണ്ട തുളഞ്ഞ് പുറത്തേക്ക് പോയത്. പെൺകുട്ടി അപകടനില ഇനിയും തരണം ചെയ്തുവെന്ന് പറയാനും കഴിയും.